ധന്യവുമായ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഈ പകൽക്കാലം നമുക്ക് ഒന്നിച്ച് കർത്തൃപാദപീഠത്തിലായിരിക്കാൻ സ്വർഗത്തിലെ സർവകൃപാലുവായ ദൈവം ഒരുക്കിയ നല്ല കൃപയ്ക്കായി നല്ല അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നു. ഈ കർത്തൃ ദിവസം കടന്നു വന്ന എല്ലാ ദൈവജനത്തിനും യേശുക്രിസ്തുവിന്റെ നിസ്തുല്യവും ധന്യവുമായ നാമത്തിൽ സ്നേഹവും വന്ദനങ്ങളെയും അറിയിക്കുകയാണ്. ഒരു ചെറിയ ചിന്ത നിങ്ങളുമായി പങ്കുവെച്ച് വേഗത്തിൽ പ്രാർത്ഥിപ്പാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. പ്രവൃത്തികളുടെ പുസ്തകം 9-ാം അധ്യായം അതിന്റെ 13-14 വാക്യങ്ങൾ ഒരാൾക്ക് വായിക്കാം. പ്രവൃത്തികളുടെ പുസ്തകം 9-ാം അധ്യായം അതിന്റെ 13-14 വാക്യങ്ങൾ. ആ മനുഷ്യൻ യെരൂശലേമിൽ നിന്റെ വിശുദ്ധന്മാർക്ക് എത്ര ദോഷം ചെയ്തിരുന്നു പലരും പറഞ്ഞു, ഞാൻ കേട്ടിരുന്നു. ആ മനുഷ്യൻ യെരൂശലേമിൽ നിന്റെ വിശുദ്ധന്മാർക്ക് ഒരുപാട് ദോഷം ചെയ്തിരിക്കുന്നുവെന്ന് ഞാൻ അറിഞ്ഞും കേട്ടുമിരിക്കുന്നു. ഇവിടെയും നിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നവരെയൊക്കെയും പിടിച്ചു കെട്ടുവാൻ അവൻ മഹാപുരോഹിതന്മാരുടെ അധികാരം ഉണ്ട് എന്ന് ഉത്തരം പറഞ്ഞു. സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട ആ ദൈവത്തിന്റെ വചനത്തിനായി സ്തോത്രം. ഈ പകൽ നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് പൗലോസിന്റെ ജീവിതത്തിൽ നേരിട്ട ചില തടസ്സങ്ങളെ കുറിച്ച്. എല്ലാ തടസ്സങ്ങളും പറയാനില്ല, ചില തടസ്സങ്ങളെ കുറിച്ച് ഇന്ന് പകൽ പ്രതിപാദിച്ച് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ആ തടസ്സങ്ങളെ ആത്മാവിൽ ഇന്ന് പകലിൽ അതിനെ മാറ്റിക്കൊണ്ട് മുന്നേറുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് കൃപ നൽകട്ടെ എന്ന് ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു. പ്രാരംഭമായി വായിച്ചു കേട്ട ഒരു ഭാഗം പൗലോസ് എന്ന വ്യക്തി സ്തോത്രം ഹല്ലേലൂയ മനസാന്തരത്തിലേക്ക് വരുന്ന ആ ഭാഗവുമായി ബന്ധപ്പെട്ടുള്ള ഒരു അധ്യായമാണ് നാം വായിച്ച് വേദഭാഗത്തിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത്. ശൗല് ദമസ്കോസിൽ വെച്ച് കർത്താവിന്റെ വെളിച്ചമടിച്ച് അവൻ താഴെ വീഴുകയും അവിടെ നിന്നും പ്രാർത്ഥിക്കുന്ന അനനിയാസിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശൗലിനെ കുറിച്ചുള്ള കാര്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കുകയും അനനിയാസും ദൈവവും തമ്മിലുള്ള സംഭാഷണ ശകലത്തിന്റെ ഒരു ഭാഗമാണ് വായിച്ചു കേട്ട വേദഭാഗം എന്ന് പറയുന്നത്. ആ വേദഭാഗത്തിനകത്ത് വളരെ പരമപ്രാധാന്യമായ ഒരു പദം സ്തോത്രം ഒരു ഭാഗമാണ് നാം വായിച്ചു കേട്ടത്. അവിടെ യഹോവയാം ദൈവം കർത്താവ് അനനിയാസിനോട് പറയുകയാണ്, സ്തോത്രം, നീ പോകുക, നിർവീതി എന്ന തെരുവിലേക്ക് ചെല്ലുക. അതിനു മുൻപായുള്ള വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ അവിടെ പറയുന്നു, നിർവീതി എന്ന തെരുവിൽ ചെല്ലുക, യൂദയുടെ വീട് അന്വേഷിക്കുക, അവിടെ തർസൂസുകാരനായ ഒരു ശൗലിനെ അന്വേഷിക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. ആ ഭാഗങ്ങളൊക്കെ പറഞ്ഞ് സ്തോത്രം അനനിയാസിനെ അവര് വിടുതലിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം അനനിയാസിനെ പൗലോസിന്റെ അടുക്കലേക്ക് അയക്കുകയാണ്. ആ ശൗലിന്റെ അടുക്കലേക്ക് അയക്കുമ്പോഴും സ്തോത്രം പ്രാർത്ഥനയിൽ തന്നോട് സംസാരിച്ച ദൈവശബ്ദത്തിന്റെ മുമ്പിൽ അനനിയാസ് പറയുന്ന ഒരു ഭാഗമുണ്ട്. നിന്റെ വിശുദ്ധന്മാർക്ക് യെരൂശലേമിൽ ഒരുപാട് ദ്രോഹം ചെയ്തവനാണ് എന്നുള്ളത്. ആദ്യത്തെ പദം വിടുതലിന് തടസ്സം ആയി വാദിക്കുന്ന ചില മേഖലകൾ. സ്തോത്രം. ശൗലിനെ വിടുവിപ്പാൻ ദൈവത്തിന് മനസ്സ് തോന്നിയപ്പോൾ ആ വിടുതലിലേക്ക് നയിപ്പാൻ ദൈവം പ്രാർത്ഥിക്കുന്ന അനനിയാസിനെ തെരഞ്ഞെടുത്തപ്പോൾ ആ വിടുതലിന് തടസ്സമായി അനനിയാസ് തന്നെ ദൈവസന്നിധിയിൽ പറയുക, അവൻ അനേകരെ ദ്രോഹിച്ചിട്ടുണ്ട് എന്ന്. ഇന്ന് പകൽക്കാലം മറന്നു പോകരുത്. നമ്മളുടെ വിടുതലിന്റെ തടസ്സം പുറത്തുള്ളവരാരുമല്ല. നമ്മളുടെ വിടുതലിന്റെ തടസ്സം ആത്മീയരെന്ന് പറയുന്നവർ തന്നെയാണ്. ഇന്ന് പകൽ ആ മേഖലകളെ പൊട്ടിച്ചറിഞ്ഞുകൊണ്ട് മുൻപോട്ട് പോകുമ്പോഴാണ് നിന്റെ ജീവിതത്തിനകത്ത് ഒരു വലിയ വിടുതൽ ഉണ്ടാകുന്നത്. ഒരു സംഭവം കൂടെ പറയും. യേശു കർത്താവ് തന്റെ ശിഷ്യന്മാരുമായി പോകുന്ന സമയത്ത് സ്തോത്രം അവിടെ സ്തോത്രം ബർത്തിലോമായി എന്ന ഒരു മനുഷ്യൻ സ്തോത്രം നസ്രയനായ യേശു അതുവഴി പോകുന്നത് കണ്ട് അവൻ നിലവിളിക്കുക, ദാവീദപുത്ര എന്നോട് കരുണ തോന്നണമേ സ്തോത്രം എന്ന് നിലവിളിക്കുക. ദാവീദപുത്ര എന്നോട് കരുണ തോന്നണമേ എന്ന് ആ മനുഷ്യൻ നിലവിളിക്കുമ്പോഴും ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ദാവീദപുത്ര എന്നോട് കരുണ തോന്നണമേ എന്ന ആ മനുഷ്യൻ നിലവിളിക്കുമ്പോഴും കൂടെയുള്ളവർ പറയാം, മിണ്ടാതിരിക്കുക, അടങ്ങിയിരിക്കുക, മാറിയിരിക്കുക എന്നൊക്കെ പറഞ്ഞപ്പോഴും സ്തോത്രം ഹല്ലേലൂയ യേശു അതുവഴി തിരക്കോടെ കടന്നു പോകുമ്പോൾ അതുവഴി ആ ബർത്തിലോമായ എന്ന അന്ധനായ മനുഷ്യൻ, കുരുടനായ മനുഷ്യൻ യേശുവേ ദാവീദപുത്ര എന്നോട് കരുണ തോന്നണമേ എന്ന് ഉച്ചത്തിൽ നിലവിളിക്കുമ്പോൾ കൂടെ നടന്ന ശിഷ്യന്മാർക്ക് അതൊരു ബുദ്ധിമുട്ടായി തോന്നി. ആ ശബ്ദം ഒരു ഇറിറ്റേഷൻ ആയി തോന്നി. അവരോട് പറയാം, മിണ്ടാതിരിക്കുക, അടങ്ങിയിരിക്കുക. സ്തോത്രം. കണ്ടോ, വിടുതലിന്റെ തടസ്സം ഉടലെടുത്തത് പുറമേ നിന്നല്ല, യേശുവിന്റെ കൂടെ
നടക്കുന്ന ശിഷ്യന്മാരിൽ നിന്ന് തന്നെയാണ് അവന്റെ വിടുതലിന്റെ തടസ്സം ഉടലെടുത്തത്. പക്ഷെ ഇന്ന് പകൽ ഒരു ദൂത് ഞാൻ നിങ്ങൾക്ക് കൈമാറാം. വിടുതലിന്റെ തടസ്സം അവൻ പുറത്തു നിന്നല്ല, അകത്തു നിന്നാന്ന് പറഞ്ഞു. അങ്ങനെയെങ്കിൽ വിടുതലിന് അവൻ ആരൊക്കെ തടസ്സപ്പെടുത്തിയാൽ ഇന്ന് പകലിൽ അതിരം തുറന്ന് കാഹളത്തോടെ നിന്റെ ശബ്ദം ഉയർത്താൻ തയ്യാറാണെങ്കിൽ ഇന്ന് പകൽ ദൈവം നിന്റെ വിഷയത്തിനകത്ത് ഇടപെടാൻ പോകുകയാ. ദൈവം നിന്റെ വിഷയത്തെ കൈകാര്യം ചെയ്യാൻ പോകുക. ആരൊക്കെ അടങ്ങാൻ പറഞ്ഞാൽ, ആരൊക്കെ മിണ്ടാതിരിക്കാൻ പറഞ്ഞാൽ ഇന്ന് പകൽക്കാലം അവൻ നിലവിളിക്കാൻ നീ തയ്യാറായാൽ, കരയാൻ നീ തയ്യാറായാൽ, പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ നിന്റെ ലൈഫിനകത്ത് ഒരു വിടുതൽ സംഭവിക്കാൻ പോകുകയാ. നിന്റെ ലൈഫിനകത്ത് ഒരു വിടുതൽ സംഭവിക്കാൻ പോകുക. എന്റെ ആത്മീയർ എന്ന് പറയുന്നവർ പോലും ആമേൻ ഹല്ലേലൂയ ശൗലിന്റെ വിടുതലിന് തടസ്സം നിന്നപ്പോൾ, ബർത്തിലോമായുടെ വിടുതലിന് തടസ്സം നിന്നപ്പോൾ ഇന്ന് പകൽക്കാലം ഞാനൊരു ദൂത് നിങ്ങൾക്ക് കൈമാറാം. ദൈവം നിന്നെ വിടുവിക്കാൻ പദ്ധതിയിട്ടിട്ടുണ്ടെങ്കിൽ ആരൊക്കെ തടഞ്ഞാലും നിന്റെ വിടുതൽ ആ സമയത്ത് വെളിപ്പെട്ടു വന്നിരിക്കും. ഒന്നും കൂടി ആവർത്തിക്കട്ടെ. ആമേൻ. ദൈവം നിന്നെ വിടുവിപ്പാൻ സ്വർഗം പദ്ധതിയിട്ടിട്ടുണ്ടെങ്കിൽ, ദൈവം നിനക്ക് സൗഖ്യം തരാൻ പദ്ധതിയിട്ടിട്ടുണ്ടെങ്കിൽ, ദൈവം നിന്റെ വഴി തുറപ്പാൻ സ്വർഗം പദ്ധതിയിട്ടിട്ടുണ്ടെങ്കിൽ ആ വിടുതലിന് തടസ്സമായി ആരൊക്കെ ഞെട്ടിച്ചാലും അത് നടക്കത്തില്ല. സ്വർഗം നിന്റെ മേൽ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഈ ദിവസങ്ങൾ വെളിപ്പെട്ടു വരാൻ പോകുകയാ. ആമേൻ, ആമേൻ, ആമേൻ. ഇന്ന് പകൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആലോചന അറിയിക്കുകയാണ്. ശത്രു കൂട്ടം കൂട്ടുന്നത്, ആമേൻ, 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 സ്തോത്രം, മനുഷ്യൻ ബുദ്ധി കൊണ്ട് ചിന്തിക്കുന്നത് നിന്റെ ലൈഫിനകത്ത് നടക്കത്തില്ല. ദൈവം നിന്നെ കുറിച്ച് ആലോചിക്കുന്നത് ഈ ദിവസങ്ങൾ വെളിപ്പെട്ടു വരാൻ പോകുകയാ. അതുകൊണ്ടാണ് പറയുന്നത് മനുഷ്യന്റെ ഹൃദയത്തിൽ പല വിചാരങ്ങളുണ്ട്, എന്നാൽ ദൈവത്തിന്റെ ആലോചനയോ അത് നിവർത്തിയാകും. ഇന്ന് പകൽ ആലോചനയോ ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുകയാ. ദൈവത്തിന്റെ ആലോചന ചില തലമുറകളുടെ മേൽ വെളിപ്പെട്ടു വരാൻ പോകുകയാ. ദൈവത്തിന്റെ ആലോചന ചില ഭവനങ്ങളുടെ മേൽ വെളിപ്പെട്ടു വരാൻ പോകുകയാ. ദൈവത്തിന്റെ ആലോചന ചില ശുശ്രൂഷകന്മാരുടെ മേൽ വെളിപ്പെട്ടു വരാൻ പോകുകയാ. അവൻ മനുഷ്യന്റെ ഹൃദയത്തിലെ വിചാരങ്ങളല്ല, നിന്നോടുള്ള ദൈവത്തിന്റെ പദ്ധതി, നിന്നോടുള്ള ദൈവത്തിന്റെ ആലോചന അത് വെളിപ്പെട്ടു വരാൻ പോകുകയാ. ഒരുപക്ഷെ ശൂന്യമായിരിക്കാം, ഒരുപക്ഷെ വരണ്ടു കിടക്കുക, ഒരുപക്ഷെ സകലത് പ്രതികൂലമായിരിക്കാം, ഒരുപക്ഷെ ഒരു പ്രത്യാശയ്ക്കും വകയില്ലായിരിക്കാം, ഒരു പ്രതീക്ഷയ്ക്കും വകയില്ലായിരിക്കാം. പക്ഷെ ഇന്ന് പകൽ പരിശുദ്ധാത്മ പ്രവചിക്കുന്നു, ദൈവത്തിന് നിന്നെ ആവശ്യമുണ്ട്. അതുകൊണ്ട് ദൈവത്തിനെ പുറത്തെടുക്കാനുള്ള സമയമാകണമായിരിക്കുക. ഇന്ന് പകൽ ദൈവത്തിന്റെ പുറത്തെടുക്കുക തന്നെ ചെയ്യും. വിടുതലിന് തടസ്സമായി ആരൊക്കെ വാദിച്ചാലും ഇല്ല വിശാലെ നിനക്ക് ജയമെടുക്കാൻ കഴിയത്തില്ല. തമ്പുരാൻ പദ്ധതിയിട്ടിട്ടുണ്ടെങ്കിൽ അതിവന്റെ മേൽ വെളിപ്പെടാൻ പോകുകയാ. അതിവന്റെ മേൽ വെളിപ്പെടാൻ പോകുകയാ. ഈ കുടുംബം പുറത്തു വരാൻ പോകുക. ഇവൻ ശുശ്രൂഷയിൽ പുറത്തു വരാൻ പോകുക. ഇവൻ വ്യക്തിപരമായ നിലകളിൽ പുറത്തു വരാൻ പോകുക. ഇന്ന് മുതൽ വിശ്വസിക്കുന്നവർ ആത്മാവിൽ ദൈവത്തിന് മഹത്വം കൊടുത്ത് ഒരു വിടുതൽ നിന്റെ ലൈഫിനകത്ത്, ഒരു വിടുതൽ നിന്റെ വീടിനകത്ത് സംഭവിക്കാൻ പോകുന്നു. അപ്പം ആമേൻ വിടുതലിന്റെ തടസ്സം വെളിപ്പെടുന്നത് ജാതികളിൽ നിന്നല്ല, പുറത്തു നിൽക്കുന്നവരിൽ നിന്നല്ല. വിടുതലിന്റെ തടസ്സം വെളിപ്പെടുന്നത് ആത്മീകന്മാരിൽ നിന്ന് തന്നെയാണ്. അപ്പൊ വിടുതലിന് തടസ്സം നിന്നാൽ അവൻ ഇന്ന് പകൽ സ്വർഗത്തിന് ഒരുവനെ വിടുവിക്കാൻ പദ്ധതിയിട്ടാൽ ആരൊക്കെ വിടുതലിന് തടസ്സം നിന്നാലും അവൻ സ്വർഗം വിടുവിച്ചിരിക്കും, സ്വർഗം പുറത്തു കൊണ്ടുവന്നിരിക്കും. ഇന്ന് പകലിൽ ഭയപ്പെടരുത്. അയ്യോ അവരും ഇവരും ആമേനാമൻ അവരും ഇവരും അല്ല. സ്വർഗമാണ് നിന്നെ പുറത്തെടുക്കുന്നത്, സ്വർഗമാണ് നിന്റെ മേൽ വിടുതൽ പകരുന്നത്. ആമൻ, നീ അവരെയും ഇവരെയും അല്ല ശ്രദ്ധിക്കേണ്ടത്. ഇന്ന് പകലിൽ മഹത്വത്തിന്റെ പ്രത്യാശയായ വിശ്വാസത്തിന്റെ നായകനും പൂർത്തിവരുത്തുന്നവരുമായ ക്രിസ്തുവിലേക്ക് ലക്ഷ്യം വയ്ക്കാമെങ്കിൽ ഇന്ന് പകൽ ഒരു വിടുതൽ നിന്റെ ലൈഫിനകത്ത് വെളിപ്പെടാൻ പോകുകയാ. നിന്റെ ലൈഫിനെ ചേഞ്ച് ചെയ്യുന്ന വിധത്തിൽ, നിന്റെ ജീവിതത്തെ വഴിതിരിച്ചു വിടുന്ന വിധത്തിൽ ഒരു ദൈവത്തിന്റെ നിയോഗം പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ കൈമാറാൻ പോകുകയാ. ഹല്ലേലൂയ. വിടുതലിന്റെ തടസ്സം നിൽക്കുന്നവരെ ദൈവാത്മാവ് വെട്ടിമാറ്റിക്കൊണ്ട് വിടുതൽ നിന്റെ ലൈഫിനകത്ത് വെളിപ്പെട്ട് വരാൻ പോകുക. അവൻ ഇതുപോലാണ് പഴയ നിയമത്തിൽ ഒരു ഭക്തൻ പ്രാർത്ഥിച്ചു, പ്രാർത്ഥനയുടെ മറുപടി വെളിപ്പെട്ടു. ദാനിയേല് ആമേൻ മുഴങ്കാൽ മടക്കി ആദ്യ ദിവസം തന്നെ അവന്റെ പ്രാർത്ഥനയുടെ മറുപടി വെളിപ്പെട്ടു. എന്നാൽ പ്രാർത്ഥനയുടെ മറുപടി കയ്യിൽ കിട്ടാതെ വണ്ണം, അവന്റെ വിടുതലിന്റെ മറുപടി കയ്യിൽ കിട്ടാത്തവണ്ണം ആമേൻ സ്തോത്രം അതിനെതിരായി ആമേൻ സ്തോത്രം പടപൊരുതിയ അന്തരീക്ഷ മണ്ഡലങ്ങളിൽ വ്യാപരിക്കുന്ന പൈശാചിക തലങ്ങൾ അതിനെതിരായി പടപൊരുതുമ്പോൾ ഇന്ന് പകൽ മറന്നു പോകരുത്. പ്രാർത്ഥിക്കുന്നവൻ ചലിക്കത്തില്ല, പ്രാർത്ഥിക്കുന്നവൻ മുഴങ്കാലിൽ ഇരുന്ന് അത് നേടിയെടുത്തിരിക്കും, ഉറപ്പാണ്. പ്രാർത്ഥിക്കുന്നവൻ മുഴങ്കാലിൽ ഇരുന്ന് അത് പ്രാപിച്ചിരിക്കും. ഇന്ന് പകൽ ചിലരോട് ആത്മാവിന്റെ ദൂത് കൈമാറാം. ചില പ്രാർത്ഥനയുടെ മറുപടികൾ ദൈവത്തിൽ നിന്നും പുറപ്പെട്ടു കഴിഞ്ഞു, പക്ഷെ എവിടേക്കോ അത് സ്റ്റക്കായി കിടക്കുകയാ. എവിടേക്കോ നിന്റെ കയ്യിലേക്ക് അത് കിട്ടാതെ വേണം, എവിടേക്കോ അത് കുടുങ്ങി കിടക്കുകയാ. ഇന്ന്
പകലിൽ അവൻ വേട്ടക്കാരന്റെ കെണിയിൽ നിന്ന് പക്ഷി വഴുതി വരുന്നത് പോലെ ചിലത് വഴുതി നിന്റെ ലൈഫിനകത്ത് വെളിപ്പെടാൻ പോകുക. ചിലത് വഴുതി നിന്റെ കരത്തിൽ അവൻ മുഴങ്കാൽ ഇരിക്കാമെങ്കിൽ പ്രാർത്ഥിക്കാമെങ്കിൽ ഈ ദിവസങ്ങളിൽ ചെങ്ങലകൾ പൊട്ടിമാറി വിടുതലുകൾ ലഭിക്കാൻ പോകുക. ചെങ്ങലകൾ പൊട്ടിമാറി വിടുതലുകൾ ജീവിതത്തിനകത്തളവിൽ പരിശുദ്ധാത്മ വഹിക്കാൻ പോകുന്നു. ഇന്ന് പകൽക്കാലം വിശ്വസിച്ചാണ് ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. അതുകൊണ്ട് ദൈവത്തിന് എങ്ങനെയും പ്രവർത്തിക്കാം. അവൻ നമ്മൾ ഉദ്ദേശിക്കുന്ന വിധത്തിൽ ദൈവം പ്രവർത്തിക്കണമെന്നില്ല. ദൈവത്തിന് എങ്ങനെയും പ്രവർത്തിക്കാൻ കഴിയും. ഇന്ന് പകൽക്കാലം വിശ്വസിക്കുക. ഏത് പർസിലോകത്തിന്റെ പ്രഭു തടഞ്ഞു വെച്ചാലും ദാനിയേൽ നീ മുഴക്കാലിൽ ഇരിക്കുന്നിടത്തോളം കാലം അധികം നാൾ അവന് നിന്റെ മറുപടിയെ പിടിച്ചു വെക്കാൻ കഴിയത്തില്ല. ഇന്ന് പകലിൽ ചിലരോടുള്ള ദൂതാണ്. ആമേൻ ആമേൻ ആമേൻ. ബർത്തിലോമായെ നീ നിലവിളിക്കുന്നിടത്തോളം കാലം ആമേൻ നിന്റെ മറുപടിയെ തടയാൻ ഒരുത്തരും സാധ്യമല്ല. ആമേൻ നീ കരയുന്നിടത്തോളം കാലം നിന്റെ മറുപടിയെ തടയാൻ ഒരു പിശാചിനും സാധ്യമല്ല, ഒരു അഭിചാരകനും സാധ്യമല്ല. ഇന്ന് പകൽ മുഴങ്കാലിരിക്കുന്ന ദൈവവൈദ്യരെ നിന്റെ മുഴങ്കാലിൽ തുടങ്ങുന്ന പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്. ആ പ്രാർത്ഥനയ്ക്കകത്ത് ചില ചെങ്കലകളെ പൊട്ടിച്ചുകൊണ്ട് ഒരു ദൈവപ്രവർത്തനത്തിന്റെ ലൈഫിനകത്ത് വെളിപ്പെടാൻ പോകുന്നു. അടുത്ത പദം പ്രവൃത്തികളുടെ പുസ്തകം 9-ാം അധ്യായം 26-27 വാക്യങ്ങൾ. അവൻ യെരൂശലേമിലെത്തിയാറെ ശിഷ്യന്മാരോട് ചേരുവാൻ ശ്രമിച്ചു. എന്നാൽ അവൻ ഒരു ശിഷ്യനെന്ന് വിശ്വസിക്കാതെ അവൻ യെരൂശലേമിലെത്തിയാറെ ശിഷ്യന്മാരോട് ചേരുവാൻ അവൻ ആഗ്രഹിച്ചു. പക്ഷെ ആ ശിഷ്യൻ എന്ന് വിചാരിക്കാതെ എല്ലാവരും അവനെ പേടിച്ചു. ബർന്നബാസ് അവനെ കൂട്ടി അപ്പോസ്തലന്മാരുടെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ വഴിയിൽ വെച്ച് കർത്താവിനെ കണ്ടതും കർത്താവിനോട് കർത്താവിനോട് സംസാരിച്ചു. ദമസ്കോസിൽ അവനുണ്ടായ സ്വതന്ത്രം. ഒന്നാമത്തെ തടസ്സം വിടുതലിന്റെ തടസ്സമായിരുന്നു. രണ്ടാമത്തെ തടസ്സം ശുശ്രൂഷയുടെ തടസ്സമാണ്. വിടുതലിൽ കടന്നു വന്ന ശൗലിനെ വിടുതലിൽ നിന്നും തടസ്സപ്പെടുത്തിയ മേഖല. രണ്ടാമത്തെ തലം ശുശ്രൂഷയുടെ തടസ്സമാണ്. എന്താണ് ശുശ്രൂഷയുടെ തടസ്സം? രക്ഷിക്കപ്പെട്ട ദൈവകൃപയിലായി കർത്താവിനെ അറിഞ്ഞ് സത്യം കൊണ്ട് ദമസ്കോസ് വിട്ട് അടുത്ത പട്ടണങ്ങളിലേക്ക് അവന് യാത്ര ചെയ്യുമ്പോൾ യേശുവിന്റെ ശിഷ്യന്മാരോ അല്ലെങ്കിൽ അന്നത്തെ അപ്പോസ്തലന്മാരോ ആരും അവനെ കൈക്കൊള്ളുവാൻ തയ്യാറായിരുന്നില്ല. കാരണം അവന്റെ കയ്യിൽ ഒരു അധികാരപത്രം ഉണ്ടായിരുന്നു. ആരെയും പിടിച്ചു കെട്ടുവാനും ഏത് പള്ളിയും പൊട്ടിക്കുവാനുമുള്ള അധികാരപത്രം. അതുകൊണ്ട് അവനുണ്ടായ മാറ്റത്തെ കുറിച്ച് അവർ വിശ്വസിച്ചിരുന്നില്ല. മാത്രമല്ല അവർ ഭയപ്പെട്ടു പോയി. അതുകൊണ്ട് കൂടെ കൂട്ടുവാൻ, ശുശ്രൂഷയിൽ കൂടെ കൂട്ടുവാൻ, അവനൊരു അപ്പോസ്തലനാണെന്ന്, അവന് ശുശ്രൂഷയുണ്ട് എന്ന് പറഞ്ഞ് കൂടെ കൂട്ടുവാൻ ആരും സമ്മതിച്ചില്ല. എല്ലാവരും വിസമ്മതിച്ചു. കാരണം അവനെ ഭയപ്പെട്ടത് കൊണ്ടാണ്. അവന്റെ ഇന്നലകളിലെ പ്രവൃത്തി അറിയാവുന്നത് കൊണ്ടും അവനെ ഭയപ്പെട്ടത് കൊണ്ടുമാണ് അവർ അവനെ കൂടെ കൂട്ടാഞ്ഞത്. എന്നാൽ ബർന്നബാസ് ഒന്നും നോക്കാതെ ശൗല് പറഞ്ഞ സകല കാര്യങ്ങളും അവൻ വിശ്വസിച്ച് സ്തോത്രം അവനെ അപ്പോസ്തലന്മാരുടെ അടുക്കൽ കൊണ്ടുവരികയെ കണ്ടോ. അവൻ ശുശ്രൂഷകൾക്ക് ആരും കൂടെ കൂട്ടിയില്ലെന്ന് പറഞ്ഞ് സങ്കടപ്പെടരുത്. വിളിച്ചുകൊണ്ടുപോയി നിന്നെ പരിചയപ്പെടുത്തുന്ന തലങ്ങൾ വെളിപ്പെട്ടു വരും. മറന്നുപോകരുത്. സ്തോത്രം. അപ്പം പരിചയപ്പെടുത്താൻ അമ്മൻ അപ്പോസ്തലന്മാർ കൂടെ നിർത്താൻ വിമുഖത കാണിച്ചപ്പോൾ രണ്ടാമത്തെ തലം അവിടെ വെളിപ്പെടുകയാണ്. അമ്മൻ ഒരുത്തൻ ഇവനെ കൂട്ടിക്കൊണ്ട് അപ്പോസ്തലന്മാരുടെ അടുക്കൽ ചെല്ലുകയാണ്. ആമേൻ സ്തോത്രം. ചിലർ നിന്നെ റിജക്ട് ചെയ്തെന്ന് പറഞ്ഞ എല്ലാവരും നിന്നെ റിജക്ട് ചെയ്യണമെന്നില്ല. ഒന്നും കൂടെ ഞാൻ ആവർത്തിക്കാം. ചിലർ നിന്നെ വേണ്ട എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞെങ്കിൽ എല്ലാവരും നിന്നെ തള്ളിക്കളയണമെന്നില്ല. ചിലർ നിന്നെ അംഗീകരിക്കുന്ന നാളുകളിലേക്ക് ദൈവാത്മാവ് കൂട്ടിക്കൊണ്ടുവരികയാണ്. ചിലർ നിന്നെ അംഗീകരിക്കുന്ന നാളിലേക്ക് അവന്റെ പഴയ സ്വഭാവം കണ്ട് ഭയപ്പെട്ട് ഒരു തലമുറ അവനെ അംഗീകരിക്കാതിരിക്കുമ്പോൾ കണ്ടോ, അടുത്ത തലമുറ, ആത്മനിറവുള്ള തലമുറ അവനെ കൂടെ ചേർക്കുക.
ചേർക്കുകയാ. ആത്മനിറമുള്ള തലമുറ അവനെ കൂടെ ചേർക്കുകയാ, അവനെ കൂടെ ചേർക്കുകയാ. ഇന്ന് പകൽ മറന്നു പോകരുത്, അവനാണ് ഭാവിയിലെ അപ്പോസ്തലൻ, അവനാണ് ഭാവിയിലെ സഭയുടെ നെടുന്തൂണ്. ഇന്ന് പകൽ മറന്നു പോകരുത്. ചിലർ കൂടെ കൂട്ടാതെ വന്നപ്പോഴും പൗലോസിന് സങ്കടമുണ്ടായില്ല. എന്നാൽ കൂടെ കൂട്ടാതെ വന്നപ്പോൾ അവൻ അടുത്ത തലം മറ്റു ചിലർ അംഗീകരിക്കുന്ന വിധത്തിലേക്ക്, ദൈവം കൊടുത്ത ദർശനത്തെ അംഗീകരിക്കുന്ന വിധത്തിലേക്ക്, ദൈവം കൊടുത്ത നിയോഗത്തെ അംഗീകരിക്കുന്ന വിധത്തിലേക്ക് പരിശുദ്ധാത്മാവ് മാറ്റിയില്ലേ? ഇന്ന് പകലിൽ ആത്മാവിൽ ഞാൻ ദൂത് കൈമാറാം. നിന്റെ ദർശനം, നിന്റെ ദൈവം നിനക്ക് തന്ന കാഴ്ചപ്പാട് അംഗീകരിക്കാത്തവരുണ്ടായേക്കാം. അവൻ സ്തോത്രം, ഹല്ലേലൂയ, അവരെ ഓർത്ത് സങ്കടപ്പെടരുത്. അംഗീകരിക്കാത്തവർ അംഗീകരിക്കേണ്ടേ, എന്നാൽ അംഗീകരിക്കുന്നവരുണ്ടത്. നിന്റെ ദർശനത്തെ അംഗീകരിക്കുന്നവരുണ്ട്, നിന്നെ കൂടെ ചേർത്ത് നിർത്തുന്നവരുണ്ട്. ഇന്ന് പകൽക്കാലം അവരുടെ കൂടെ കൂടിയാൽ പൗലോസ് നിന്റെ ദർശനം കാട്ടും. നീ പട്ടണങ്ങൾക്ക് ഒരു അനുഗ്രഹമായി തീരും. നീ രാജ്യങ്ങളെ ഇറക്കി മറിക്കുന്നവരായി തീരും. അന്ധകാര മണ്ഡലങ്ങളെ പറിച്ചു മാറ്റുന്നവരായി തീരും. സഭകളെ പൊട്ടിച്ചതിനേക്കാളും അധികമായി സഭകളെ ഉടലെടുപ്പിക്കുന്നവരായി സ്വർഗത്തിലെ ദൈവത്തിന് നിന്നെ മാറ്റാൻ പദ്ധതിയുണ്ടെന്ന് പറഞ്ഞാൽ ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് ആത്മാവിൽ ദൈവത്തെ സ്തുതിക്കാൻ പറ്റും? ചിലർ റിജക്ട് ചെയ്തത് നല്ലതാണ്, ചിലർ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്, ചിലർ റിജക്ട് ചെയ്തത് നല്ലതാണ്, ചിലർ തള്ളിക്കളഞ്ഞത് നല്ലതാണ്, ചിലർ അംഗീകരിക്കാൻ വേണ്ടിയാണ്. ഇന്ന് പകൽക്കാലം ആത്മാവിൽ ഞാനൊരു ദൂത് കൈമാറാം. ചിലർ റിജക്ട് ചെയ്തില്ലായിരുന്നെങ്കിൽ മറ്റു ചില ഇടങ്ങളിലേക്ക് നിന്നെ അംഗീകരിക്കത്തില്ലായിരുന്നു. എന്നാൽ ചിലർ തള്ളിക്കളഞ്ഞതുകൊണ്ടാണ് മറ്റു ചില മേഖലകൾക്കകത്ത് ദൈവം ചിലരിലൂടെ നിന്നെ അംഗീകരിപ്പിച്ചത്, ദൈവം ചിലരിലൂടെ നിന്നെ ചേർത്ത് പിടിച്ചത്. ഇന്ന് പകൽ മറന്നു പോകരുത്. ദൈവം ഒരു മനുഷ്യനോട് ഇടപെട്ടാൽ, ദൈവത്തിന്റെ നിയോഗമായാൽ, ദൈവത്തിന്റെ സമയമായാൽ, ഇന്ന് പകലിൽ ഹല്ലേലൂയ വേണ്ടെന്ന് പറഞ്ഞവർ കണ്ടേക്കാം. സ്തോത്രം, അക്സെപ്റ്റ് ചെയ്യാൻ താല്പര്യമില്ലാത്തവർ കണ്ടേക്കാം. എന്നാൽ അക്സെപ്റ്റ് ചെയ്ത് ചേർത്ത് നിർത്തുന്നവർ, ഇന്ന് പകൽ എത്ര പേർ വിശ്വസിക്കുന്നു? ആമേൻ, ഹല്ലേലൂയ. പ്രാരംഭത്തിൽ ശൗലിന്റെ വിടുതലിന് അനനിയാസിന്റെ പദങ്ങൾ ഒരു സ്തോത്രം തടസ്സം പോലെ നിന്നപ്പോഴും ആ തടസ്സങ്ങളെ കീറി മുറിച്ചുകൊണ്ട് ദൈവം അനനിയാസിനെ ആ പദവിയിലേക്ക് അയക്കുകയാണ്. രണ്ട്, ശുശ്രൂഷയുടെ പ്രാരംഭത്തിൽ തന്റെ ശുശ്രൂഷകൾ ആരും അംഗീകരിക്കാതെ വന്നപ്പോൾ അംഗീകരിക്കുന്ന ഒരു അപ്പോസ്തല കൂട്ടത്തെ എഴുന്നേൽപ്പിക്കുക. ഇന്ന് പകലിൽ മറന്നു പോകരുത്. അംഗീകരിക്കുന്ന ഒരു അപ്പോസ്തല കൂട്ടത്തടയെ എഴുന്നേൽപ്പിക്കുമ്പോൾ അവരുടെ നടുവിൽ വെച്ച് ദൈവം അവരെ അഭിഷേകം ചെയ്യുക. അവൻ ഉപവസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ബർന്നബാസിന്റെ വീടിനകത്തിരിക്കുമ്പോൾ പൗലോസിനെയും ബർന്നബാസിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് വേർതിരിപ്പിനുള്ള ദൈവത്തിന്റെ ദൂതിനാൽ അവരെ കൈവച്ചു വേർതിരിക്കുകയാണ്. ഇതാണ് സ്തോത്രം ദൈവീക ശുശ്രൂഷ എന്ന് പറയുന്നത്. കണ്ടോ, ശുശ്രൂഷയെ അംഗീകരിക്കാത്ത ഇടത്ത് പരിശുദ്ധാത്മാവനോട് ഇടപെടുകയാണ്. അവനെ വേർതിരിക്കുക, അവനെ വേർതിരിക്കുക. അവൻ എനിക്കുള്ളവനാണ്, എനിക്ക് വേണ്ടി നിൽക്കേണ്ടവനാണ്, എനിക്ക് വേണ്ടി അധ്വാനിക്കേണ്ടവനാണ്. അവനെ വേർതിരിക്കുക. ഇന്ന് പകൽ മറന്നു പോകരുത്, മറന്നു പോകരുത്. ഞാൻ നിങ്ങളോട് ആത്മീയ ദൂത് പറയാം. ചിലർ വേണ്ടെന്ന് പറഞ്ഞത്, ചിലർ മാറ്റി നിർത്തിയത് നല്ലതിനാണ്, അപ്പോസ്തലന്മാർ അംഗീകരിക്കാൻ വേണ്ടിയാണ്. ഒന്ന് അത്. രണ്ട്, ചിലർ മാറ്റി നിർത്തിയത്, ചിലർ വേദനിപ്പിച്ചത് നല്ലതാണ്. സ്തോത്രം, അപ്പോസ്തലന്മാരുടെ പരിശുദ്ധാത്മാവ് ഇടപെട്ട് സ്തോത്രം നിന്നെ വേലയ്ക്ക് ഇറക്കാൻ വേണ്ടിയാണ്. ഇന്ന് പകൽ മറന്നുപോയി ജീവിതത്തിൽ നേരിടുന്ന ചില തടസ്സങ്ങളെ കണ്ട് ദൈവത്തെയും സാഹചര്യത്തെയും പഠിക്കാതെ ജീവിതത്തിൽ നേരിടുന്ന തടസ്സങ്ങൾ ദൈവം അറിയാതെ എന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല, ഇത് തിന്മയാണെങ്കിൽ ഇതിനകത്തൊരു നന്മ മറഞ്ഞു കിടപ്പുണ്ട്, ആ നന്മ ഞാൻ പ്രാപിക്കുമെന്ന് ആത്മാവിൽ ദൈവത്തിന് നന്ദി പറയാമെങ്കിൽ നിന്റെ തിന്മകളെ പോലും നന്മയാക്കി മാറ്റുന്ന ദൈവകരം ഇന്ന് രാത്രി, ഇന്ന് പകൽ നിന്റെ ജീവിതത്തിനകത്ത് സംഭവിക്കാൻ പോകുകയാണ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അപ്പൊ ഇന്നലകളിലെ റിജക്ഷനുകൾ, ഇന്നലകളിലെ ഒറ്റപ്പെടലുകൾ, ഇന്നലകളിലെ തള്ളിക്കളയലുകൾ ഒരു വലിയ അംഗീകാരത്തിന് വേണ്ടിയാ, ഒരു വലിയ അംഗീകാരത്തിന് വേണ്ടിയാ. ഇന്ന് പകൽ മറന്നു പോകരുത്. ഒറ്റപ്പെട്ടവനെ ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവസ്നേഹമുണ്ട്, തള്ളിക്കളഞ്ഞവനെ ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവസ്നേഹമുണ്ട്. ഇന്ന് പകൽക്കാലം അവൻ മറന്നു പോകരുത്. അവൻ നിന്നെ മറന്നു കളയുന്നതുമല്ല, അവൻ നിന്നെ കൈവിടുന്നതുമല്ല, അവൻ നിന്നെ ഉപേക്ഷിക്കുന്നതുമല്ല. അവനാണ് നിന്റെ ഉടയവൻ, അവനാണ് നിന്റെ ഉടമസ്ഥൻ, അവനാണ് നിന്റെ കാരണഭൂതൻ. 16-ാം അധ്യായത്തിലേക്ക് വരാം.
16-ാം അധ്യായം 19 മുതൽ 24 വരെയുള്ള വേദഭാഗം വായിക്കാം. 16-ാം അധ്യായം 19 മുതൽ 24 വരെ. അവളുടെ യജമാനന്മാർ തങ്ങളുടെ ലാഭത്തിന്റെ ആശ പോയിപ്പോയത് കണ്ടിട്ട് പൗലോസിനെയും ശീലാസിനെയും പിടിച്ച് ചന്തസ്ഥലത്ത് പ്രമാണികളുടെ അടുക്കലേക്ക് വലിച്ചുകൊണ്ടുപോയി അധിപതികളുടെ മുമ്പിൽ നിർത്തിയും. ചന്തസ്ഥലത്ത് പ്രമാണികളുടെ അടുത്തേക്ക് വലിച്ചു കൊണ്ടുപോയി. 1. 2, അധിപതികളുടെ മുൻപിൽ നിർത്തി. യഹൂദന്മാരായ ഈ മനുഷ്യർ നമ്മുടെ പട്ടണത്തെ കലക്കി റോമാക്കാരായി നമുക്ക് അംഗീകരിപ്പാനും അനുസരിപ്പാനും ന്യായമില്ലാത്ത ആചാരങ്ങളെ പ്രസംഗിക്കുന്നു എന്ന് പറഞ്ഞു. പട്ടണത്തെ കലക്കുന്നവരും ന്യായമില്ലാത്ത ആചാരങ്ങളെ അനുസരിപ്പിക്കാൻ ഞങ്ങളെ നിർബന്ധിക്കുന്നവരുമാണ് എന്ന് പൗലോസിനെ കുറിച്ചും ശീലാസിനെ കുറിച്ചും ആക്ഷേപം ഉണ്ടാകുന്നു. വായിച്ചു. അവരുടെ നേരെ ഇളകി അധിപതികൾ അവരുടെ വസ്ത്രം കീറി അധിപതികൾ അവരുടെ വസ്ത്രം കീറി പറിച്ചുരിഞ്ഞു. ആരെ? പൗലോസിനെയും ഷീലാസിന്റെയും വസ്ത്രം മൂരി പൗലോസിനെയും ഷീലാസിനെയും കോലുകൊണ്ട് അടിപ്പാൻ കൽപ്പിച്ചു. അവരെ വളരെ അടുപ്പിച്ചതിനു ശേഷം തടവിലാക്കി കാരാഗ്രഹ പ്രമാണിയോട് അവരെ സൂക്ഷ്മമായി നോക്കുവാൻ കൽപ്പിച്ചു, കാവൽ കാപ്പാൻ കൽപ്പിച്ചു. ഇങ്ങനെയുള്ള കൽപ്പന കിട്ടിയാൽ അവരെ അകത്തെ തടവിൽ ആക്കി അവരുടെ കാൽ ആമത്തിലിട്ട് കണ്ടു. ഇങ്ങനെയുള്ളൊരു കൽപ്പന കിട്ടിയത് കൊണ്ട്, അവരെ സൂക്ഷിക്കണമെന്ന കൽപ്പന കിട്ടിയത് കൊണ്ട് അകത്തെ തടവിലാക്കി കാൽ ആമത്തിലിട്ട് പൂട്ടി. എങ്ങനെ വന്നാലും പുറപ്പെട്ടു പോകരുത്. അർദ്ധരാത്രിയിൽ പൗലോസും ശീലാസും പ്രാർത്ഥിച്ചു, ദൈവത്തെ പാടി സ്തുതിച്ചു. തടവുകാർ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായി. കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം അവിടെ വരെ വരട്ടെ. അപ്പോൾ മൂന്നാമത്തെ തടസ്സം കാരാഗ്രഹത്തിന്റെ തലങ്ങളിൽ വെളിപ്പെട്ട തടസ്സമാണ്. എന്തിനാണ് കാരാഗ്രഹത്തിൽ ബന്ധിച്ചത്? ഒറ്റ കാര്യത്തിനു വേണ്ടിയാണ്. അവർക്ക് ലാഭം കിട്ടിക്കൊണ്ടിരുന്ന ലാഭം നഷ്ടമായപ്പോൾ പട്ടണത്തെ കലക്കുന്നവരിൽ മനുഷ്യർ അംഗീകരിക്കാൻ കഴിയാത്ത ആചാരങ്ങൾ മറ്റുള്ളവർ നമ്മെ അനുസരിപ്പിക്കാൻ ശ്രമിക്കുന്നവരെന്നുമൊക്കെ പറഞ്ഞ് പുരുഷാരം അവരുടെ മധ്യ ഇളകുകയാണ്. മധ്യ ഇളകുക മാത്രമല്ല, അവരുടെ വസ്ത്രം കീറി അവരെ അടിപ്പാൻ കൽപ്പിക്കുകയാണ്. അടിച്ചുകൊണ്ട് അവരെ വിടുന്നില്ല, മറിച്ച് ആമത്തിലിട്ട് കാൽ പൂട്ടി കാരാഗ്രഹത്തിന്റെ അകത്തളങ്ങൾ സൂക്ഷിക്കാൻ കൽപ്പന കിട്ടുകയാണ്. എന്താണ് ഇതിന്റെ എല്ലാം കാരണം? ഒറ്റ കാരണമേ ഉള്ളൂ. ഇനിയും നിങ്ങൾ ഈ സുവിശേഷം പ്രസംഗിക്കരുത്. ഇനിയും നിങ്ങൾ ഈ സത്വർത്തമാനം ആരോടും പറയരുത്. ഇനിയും നിങ്ങൾ ഈ ദൂത് ആർക്കും കൈമാറരുത്. ഇനിയും നിങ്ങളിൽ നിന്നും ഒരു നന്മയും ഉണ്ടാകരുത്. ഇനിയും നിങ്ങളിൽ നിന്ന് ഒരത്ഭുതവും ഉണ്ടാകരുത്. ഇനിയും നിങ്ങളിൽ നിന്ന് ആരും വിടുതൽ പ്രാപിക്കരുത്. ആരും നിങ്ങളുടെ പക്ഷത്തോട്ട് ചേരരുത്. ഞങ്ങളുടെ പക്ഷത്തുള്ളവർ ഞങ്ങളുടെ പക്ഷത്തു തന്നെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചു അവരുടെ ശുശ്രൂഷക്കെതിരായി ഒരു തടസ്സം വെളിപ്പെട്ടു വരികയാണ്. അത് കാരാഗ്രഹത്തിന്റെ തടസ്സമാണ്. മുൻപോട്ട് വിടത്തില്ല, ഇവിടം കൊണ്ട് ശുശ്രൂഷ നിർത്തിത്തരാം എന്ന് പറഞ്ഞ ഇടത്ത് ഇല്ല, പിശാചേ, നീ കൊടുത്തതല്ല ശുശ്രൂഷ, ദൈവം കൊടുത്തതാണെങ്കിൽ ഏത് കാരാഗ്രഹത്തിനകത്ത് ബന്ധിച്ചാലും ദൈവം അവരെ പുറത്തു കൊണ്ടുവന്നിരിക്കും. ഇന്ന് പകൽ എത്ര പേർക്ക് ആ ദൂതിന് ആമേൻ പറയാൻ കഴിയും? ഇന്ന് പകൽ ഒരു ദൂത് ഞാൻ കൈമാറാം. നീ കേട്ട ദൂതിന് വിരുദ്ധമായ കാര്യങ്ങളായിരിക്കാം നിന്റെ ലൈഫിനകത്ത് സംഭവിക്കുന്നത്. പക്ഷേ ഭാരപ്പെടരുത്. കാരാഗ്രഹത്തിൽ നിന്നും മന്ത്രിസ്ഥാനത്ത് ഒരുവനെ കൊണ്ടുപോകാൻ ദൈവത്തിന് പദ്ധതി ഉണ്ടെങ്കിൽ, കാരാഗ്രഹത്തിനകത്ത് കിടന്നവരെ ഒറ്റ രാത്രി കൊണ്ട് പുറത്തെടുക്കാൻ ദൈവത്തിന് പദ്ധതി ഉണ്ടെങ്കിൽ, ഇന്ന് പകലിൽ വിശ്വസിക്കുക, ദൈവം നിനക്ക് വേണ്ടി ചിലത് സംഭവിച്ചു തരും. ദൈവം നിനക്ക് വേണ്ടി ചിലത് ചെയ്തു തരും. അപ്പൊ ദൂതിന് വിരുദ്ധമായ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുമ്പോഴും നിരാശപ്പെടരുത്. എന്തോ സംഭവിക്കാൻ പോകുന്നു, എന്തോ നിന്റെ ലൈഫിനകത്ത് ഉടലെടുക്കാൻ പോകുന്നു, എന്തോ ദൈവം നിന്റെ ജീവിതത്തിനകത്ത് ചെയ്യാൻ പോകുന്നു. ഇന്ന് പകൽ യഹോവയെ കാത്തിരിക്കുന്ന ദൈവജനമേ, നിങ്ങൾ ലജ്ജിച്ചു പോകത്തില്ല, നിങ്ങൾ തളർന്നു പോകത്തില്ല, നിങ്ങളുടെ ഓട്ടത്തെ നിർത്താൻ പിശാചിന് കഴിയത്തില്ല. ആമേൻ.
നിങ്ങളുടെ മുമ്പോട്ടുള്ള ഗമനങ്ങൾക്ക് തടസ്സം സൃഷ്ടിക്കാൻ ഒരു സാധാന്യ മണ്ഡലങ്ങൾക്ക് കഴിയില്ല. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ആത്മാവിൽ ദൂത് കൈമാറാൻ അപ്പോസ്തലന്മാരെ, നിങ്ങളെ എവിടെയിട്ട് പിശാച് പൂട്ടിയാലും അതിന്റെ ആഴങ്ങളിൽ കടന്നു വന്ന് വിടുവിപ്പാൻ പ്രവർത്തിപ്പാൻ ശക്തിയുള്ള ഒരു കരമാണ് വെളിപ്പെട്ട് വന്നിരിക്കുന്നതെന്ന് ഉത്തമബോധ്യമുള്ളവർ ഇന്ന് പകൽ ആത്മാവിൽ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഏത് മേഖലയ്ക്കകത്തു നീ പ്രയോജനപ്പെടുമെന്നറിഞ്ഞോ? മേഖലയ്ക്കകത്തു തന്നെ പ്രയോജനപ്പെടാതെ 4 ചുവരിനകത്ത് ബന്ധിച്ചു വെച്ചിരിക്കുന്ന പൈശാചിക തലങ്ങളെ പൊളിപ്പാൻ സർവശക്തന്റെ കരം അവിടെ വെളിപ്പെട്ട് വരിക. ഇന്ന് പകലിൽ ഞാൻ നിങ്ങളോട് പറയാം, നിയോഗം തന്നവൻ ആ നിയോഗം പൂർത്തീകരിക്കും. നിയോഗം തന്നവൻ നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. ഇന്ന് പകൽ മറന്നു പോകരുത്. ദൈവം നിന്റെ ലൈഫിനെ ഒരു അനുഗ്രഹമാക്കി തീർക്കാൻ പോകുന്നു. ദൈവം നിന്റെ ലൈഫിനെ അവനൊരു വിടുതലാക്കി തീർക്കാൻ പോകുന്നു. പഴയ വരുമ്പോഴാണ് പൗലോസും ശീലാസിനെയും കാരാഗ്രഹത്തിനകത്താക്കുന്നത്. എന്തിനാണ് കാരാഗ്രഹത്തിനകത്തേക്കാക്കി കാരാമത്തിലിട്ട് കൂട്ടുക? എന്നാൽ അർദ്ധരാത്രി ആയപ്പോൾ അവർ ദൈവത്തെ പാടി സ്തുതിക്കാൻ തുടങ്ങി. ഇന്ന് പകൽക്കാലം ചിലരോടൊരു ദൂത് കൈമാറാം. അർദ്ധരാത്രിയിലും നിന്റെ പ്രാർത്ഥന ചിലതിന്റെ അടിസ്ഥാനത്തെ കുലുക്കുന്നതാണ്. ഒന്നും കൂടി ആവർത്തിക്കട്ടെ, അർദ്ധരാത്രിയിലെ നിന്റെ പ്രാർത്ഥന ചിലതിന്റെ അടിസ്ഥാനങ്ങളെ കുലുക്കുന്നതാണ്. അർദ്ധരാത്രി ഒരുവൻ പ്രാർത്ഥിക്കാൻ എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ, അർദ്ധരാത്രി ഒരുവൻ ദൈവത്തെ സ്തുതിക്കാൻ എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ എന്തോ അവിടെ സംഭവിക്കാൻ പോകുന്നു. എന്തോ ഇവിടെ സംഭവിക്കാൻ പോകുന്നു. പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ടെന്നേ. അർദ്ധരാത്രിയിൽ നിന്റെ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. അർദ്ധരാത്രിയിലെ പ്രാർത്ഥന അടിസ്ഥാനത്തെ കുലുക്കിയെങ്കിൽ മറന്നു പോകരുത്. എന്താ അടിസ്ഥാനം കുലുങ്ങാൻ കാരണം? അവിടെ സ്തോത്രം മഴയുണ്ടായിരുന്നില്ല. ആകാശം മേഘാവൃതമായിരുന്നില്ല. ഇടിയോ കൊല്ലിയാനുകളോ ഒന്നും ഉണ്ടായിരുന്നില്ല. എന്തുകൊണ്ട് അവിടെ അടിസ്ഥാനം കുലുങ്ങാൻ കാരണം? പിശാചിന്റെ അടിസ്ഥാനത്തിനകത്താണ്, പിശാചിന്റെ അടിസ്ഥാനത്തിന്റെ മേലാണ് ദൈവത്തിന്റെ അടിസ്ഥാനം വന്നു നിൽക്കുന്നത്. അതുകൊണ്ട് പൈശാചിക അടിസ്ഥാനങ്ങൾക്ക് നിൽക്കാൻ കഴിയത്തില്ല. അവൻ പറഞ്ഞത് മനസ്സിലായില്ലെങ്കിൽ ഒന്നും കൂടി ആവർത്തിക്കാം. അവരെ കെട്ടിയ അവരെ പൂട്ടിയ കാരാഗ്രഹത്തിന്റെ മണ്ഡലങ്ങൾ പൈശാചിക തലങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ട് അവരെ കാരാഗ്രഹത്തിന്റെ അകത്തളങ്ങളിൽ ആക്കി എന്നുള്ളത് സത്യമാണ്. എന്നാൽ ആരാണ് പൗലോസ്? അപ്പോസ്തലനാണ്. എന്നാൽ ആരാണ് ശീലാസ്? അവൻ പ്രവാചകനാണ്. ഇന്ന് പകലിൽ ഞാൻ നിങ്ങളോട് ഒരു ദൂത് പറയാം. പൈശാചിക തലങ്ങളുടെ മേൽ അവൻ ദൈവരാജ്യത്തിന്റെ അടിസ്ഥാനം ഇട്ടാൽ അവിടെ പൈശാചിക അടിസ്ഥാനത്തിന് അവിടെ നിൽക്കാൻ കഴിയത്തില്ല. അത് തച്ചുടയപ്പെടും. സ്തുതിയുടെ മുമ്പിൽ അടിസ്ഥാനം ഇളകിയെങ്കിൽ, അവൻ ആത്മവിളിയുടെ മുമ്പിൽ ഒരു മതിൽ ഇടിഞ്ഞു വീണെങ്കിൽ, നിന്റെ പ്രാർത്ഥനയുടെ മുമ്പിലും ചിലർ വെളിപ്പെടാൻ പോകുന്നു. നിന്റെ പ്രാർത്ഥന നിഷ്ഫലമല്ല. നിന്റെ പ്രാർത്ഥന വൃഥാവല്ല. നിന്റെ പ്രാർത്ഥനയ്ക്ക് ഒരു മറുപടിയുണ്ട്. നിന്നെ വിടുവിക്കുന്ന ദൈവമുണ്ടെന്ന് ഇന്ന് പകൽ പരിശുദ്ധാത്മ പ്രവചിക്കുകയാണ്. കണ്ടോ പൈശാചിക അടിസ്ഥാനം ഉള്ളിടത്ത് ദൈവത്തിന്റെ അടിസ്ഥാനമിട്ടാൽ പൈശാചിക അടിസ്ഥാനം പൊട്ടിപ്പോകും. പൈശാചിക അടിസ്ഥാനം ഉള്ളിടത്ത് ദൈവത്തിന്റെ അടിസ്ഥാനം ഇട്ടാൽ അവിടെ പൈശാചിക അടിസ്ഥാനം പൊട്ടിപ്പോകും. ഇന്ന് പകലിൽ ചിലരോട് ദൈവാത്മാവ് ദൂത് പറയുകയാണ്, ചില പൈശാചിക അടിസ്ഥാനങ്ങൾ അവൻ പൊട്ടിപ്പോകാൻ പോകുന്നു. നിന്റെ ഭവനവുമായി ബന്ധപ്പെട്ട് പിശാചിട്ട ചില പൈശാചിക അടിസ്ഥാനങ്ങളെ ദൈവം ഇളക്കി മറിക്കാൻ പോകുകയാണ്. പൈശാചിക അടിസ്ഥാനങ്ങൾ ഇളകി മറിഞ്ഞാൽ അവൻ ഉറപ്പാണ്. അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാമോ? പൈശാചിക മണ്ഡലങ്ങൾ, പൈശാചിക അടിസ്ഥാനങ്ങൾ ഇളകി മറിഞ്ഞാൽ ഉറപ്പാണ്. സ്തോത്രം. പൈശാചിക അടിസ്ഥാനങ്ങൾ ഇളകി മറിഞ്ഞാൽ ഉറപ്പാണ്. പൈശാചിക അടിസ്ഥാനങ്ങൾ ഇളകി മറിഞ്ഞാൽ ഉറപ്പാണ്. സ്തോത്രം. ഒരു കാരാഗ്രഹ പ്രമാണി പുറത്തു വന്നിരിക്കും. ഇന്ന് പകൽ ആരോടോ ദൈവാത്മ വിടപെട്ടിരിക്കുക. നിന്റെ വീടിനകത്ത് വെളിപ്പെട്ടു നിൽക്കുന്ന പൈശാചിക അടിസ്ഥാനം പൊട്ടിപ്പോയാൽ പുറത്തു വരുത്തില്ലെന്ന് വാദിക്കുന്നവൻ പുറത്തു വന്നിരിക്കും. കുടുംബമായി ദൈവകൽപ്പനയിലേക്ക് ഇറങ്ങി വന്നിരിക്കും. എന്താണ് കാരാഗ്രഹ പ്രമാണി? നിന്റെ വീടിനകത്ത് തടസ്സം ഒറ്റ
കാര്യമേ ഉള്ളൂ. പൈശാചിക അടിസ്ഥാനം ഇട്ടിരിക്കുക. അതിനെ പൊട്ടിക്കാൻ ഞാൻ രണ്ടെണ്ണത്തെ അതിനകത്തേക്ക് കയറ്റുക. നീ സ്വതന്ത്രമാകാൻ പോകുന്നു. പൗലോസിനോടും ശീലാസിനോടും ചോദിച്ച്, കാരാഗൃഹത്തിൽ കിടന്നത് നഷ്ടമായിരുന്നോ? ആമേൻ. സ്തോത്രം. നാശമായിരുന്നോ? ക്ലേശമായിരുന്നോ? ദുഃഖമായിരുന്നോ? അവർ പറയും, ഇല്ല, കാരാഗ്രഹത്തിൽ കിടന്നത് പിശാചിന്റെ അടിസ്ഥാനത്തെ പൊട്ടിച്ചു കളഞ്ഞ് ഒരു കുടുംബത്തെ പുറത്തെടുപ്പാൻ ദൈവത്തിന്റെ അഭിഷേകം എന്റെ മേൽ ജ്വലിച്ചത്. എത്ര പേർക്ക് ആത്മാവിൽ ആ ദൂതിനെ ആമേൻ പറയാൻ കഴിയും? പ്രവർത്തികളുടെ പുസ്തകം 27-ാം അധ്യായത്തിൽ മുഴുവനും വായിക്കേണ്ട 27-ാം അധ്യായം 1 മുതൽ താഴേക്ക് വായിക്കുമ്പോൾ അവിടെ ഒരു കപ്പൽ യാത്ര നടക്കുകയാണ്. കപ്പൽ യാത്രയ്ക്കകത്ത് എല്ലാം നഷ്ടപ്പെടുത്തി കളഞ്ഞ് മുൻപോട്ട് ഒരടി പോലും വെക്കാതെ, കരയേത് കടലേതെന്നറിയാതെ, പകലേത് രാത്രി ഏതെന്നറിയാതെ അവൻ ഭാരപ്പെട്ട് നിന്ന സമയത്തിനകത്ത് അവൻ മുമ്പോട്ട് വിടത്തില്ലെന്ന് വാദിച്ചപ്പോൾ അവൻ പൗലോസെ ഒരു ദൂത് പറയാനുണ്ട്. കപ്പലിനകത്ത് നീ ഉള്ളിടത്തോളം കാലം കപ്പല് മുമ്പോട്ട് തന്നെ പോകും. കപ്പല് കടലിൽ കടന്ന് കറങ്ങത്തില്ല. ഇന്ന് രാത്രി, ഇന്ന് പകൽ ആരോട് ദൈവാത്മാവ് പ്രവചിക്കുക, എങ്ങും എത്താതെ നിന്റെ കപ്പൽ നിൽക്കുന്നെങ്കിൽ നിന്റെ കപ്പൽ എങ്ങും എത്താതിരിക്കത്തില്ല. കടലിൽ കിടന്ന് കറങ്ങത്തില്ല. പകലേത് രാത്രി ഏതെന്ന് അറിയാതിരിക്കത്തില്ല. നിന്റെ കപ്പലിനകത്ത് പ്രാർത്ഥിക്കുന്ന ഒരുവരുണ്ടെങ്കിൽ നിന്റെ കപ്പൽ ശുഭ തുറമുഖത്തെത്തും. ഇന്ന് പകൽ ഏതൊക്കെയോ കുടുംബങ്ങൾ ഏതൊക്കെ പരിശുദ്ധാത്മാവ് പ്രവചിക്കുക, എങ്ങും എത്തിക്കത്തില്ലെന്ന് വാദിച്ച് എങ്ങും എത്താതെ നിന്റെ കുടുംബമായിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പ്രവചിക്കുന്നു, ഭയപ്പെടേണ്ട. എങ്ങും എത്തിക്കത്തില്ലെന്ന് പിശാചല്ലേ പറഞ്ഞത്? എന്നാൽ എത്തിക്കാമെന്ന് പറഞ്ഞവൻ അവന്റെ മുമ്പിൽ മുട്ടൊന്ന് മടക്കാമോ? അവന്റെ മുമ്പിൽ ആധാരമൊന്ന് ചലിപ്പിക്കാമോ? അവൻ നിന്നെ എത്തിക്കേണ്ട സ്ഥാനത്ത് എത്തിക്കുമെന്ന്. ഇതുപോലെയാണ് യേശു ശിഷ്യന്മാരും സഞ്ചരിച്ച പടകിനകത്തേക്ക് മുൻപോട്ട് വിടത്തില്ല എന്ന് പറഞ്ഞ വാദിച്ച മേഖല. ഇല്ല പിശാചേ, നിനക്ക് ലക്ഷ്യം വെക്കാനുള്ള തലമുറ അല്ല ഇത് സൂപ്പർ നാച്ചുറൽ തലമുറയാണ്. അസാധാരണമായ സയൻസ് ആൻഡ് വണ്ടേഴ്സ്, അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിപ്പാൻ ദൈവത്തിന്റെ കയ്യൊപ്പുള്ള ദൈവത്തിന്റെ തലമുറയാണ്. അതുകൊണ്ട് ഇവരുടെ യാത്രയെ നിനക്ക് തടുക്കാൻ കഴിയത്തില്ല. ഇവരുടെ യാത്രയ്ക്ക് നിനക്ക് ബൗണ്ടറി വെക്കാൻ കഴിയത്തില്ല. ഇവരുടെ യാത്രയ്ക്ക് നിനക്ക് പരിമിതി വെക്കാൻ കഴിയത്തില്ല. നീ ഉദ്ദേശിച്ച ഫലമല്ല ഇവരുടേത്. നിന്റെ അടിസ്ഥാനങ്ങളെ തകർക്കുന്ന ഒരാത്മകനം ഇവരുടെ മേൽ വെളിപ്പെട്ടു വരും. അതുകൊണ്ട് യാത്രയ്ക്ക് നീ വിഘടനം സൃഷ്ടിച്ചാലും അതിനെ ഞങ്ങൾ പൊളിച്ചിരിക്കും. നിന്റെ യാത്ര ശുഭകരമായിരിക്കും. ജീവിതയാത്ര ശുഭകരമല്ലാത്ത ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ ഇന്ന് പകൽ ദൈവാത്മാവ് ഇടപെടുക. നിന്റെ ജീവിതയാത്ര ശുഭകരമാകാൻ പോകുന്നു. ഒന്ന്, നിന്റെ ജീവിതത്തിന്റെ വിടുതലിന്റെ തടസ്സം. 2, നിന്റെ ശുശ്രൂഷയുടെ തടസ്സം. 3, കലാഗ്രഹത്തിനകത്ത് ബന്ധിച്ച മേഖല. 4, സ്തോത്രം, മുമ്പോട്ടുള്ള ഗമനാഗമനങ്ങളെ, മുമ്പോട്ടുള്ള വഴികളെ ബ്രേക്ക് ചെയ്യപ്പെട്ട മേഖലകൾ. അടുത്ത തലം 28-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കാമോ? 28-ാം അധ്യായം അതിന്റെ 1 മുതൽ 6 വരെയുള്ള ഭാഗങ്ങൾ. രക്ഷപ്പെട്ട ശേഷം ദ്വീപിന്റെ പേര് മെലീത്ത എന്ന് ഞങ്ങൾ ഗ്രഹിച്ചു. അവിടുത്തെ ബർബരന്മാർ ഞങ്ങൾക്ക് അസാധാരണമായ ദയ കാണിച്ചു. മഴയും ശീതവും നിമിത്തം വിറക് കൂട്ടി ഞങ്ങളെയൊക്കെയും തീ കൂട്ടി ഞങ്ങളെയൊക്കെയും കൈക്കൊണ്ടു. പൗലോസ് കുറെ വിറക് പെറുക്കി തീയിലിട്ടപ്പോൾ ഒരണലിൽ ചൂട് നിമിത്തം പുറത്തു ചാടി അവന്റെ കൈക്ക് പറ്റി. ആ ജന്തു അവന്റെ കൈക്ക് മേൽ തൂങ്ങുന്നത് ബർബരന്മാർ കണ്ടപ്പോൾ, ഈ മനുഷ്യൻ ഒരു കൊലപാതകൻ, സംശയമില്ല, അവിടെ നിന്ന് രക്ഷപ്പെട്ടിട്ടും നീതിദേവി അവനെ ജീവിച്ചിരിക്കാൻ സമ്മതിക്കുന്നില്ല എന്ന് തമ്മിൽ പറഞ്ഞു. അവനോ ആ ജന്തുവിനെ തീയിൽ കുടഞ്ഞു കളഞ്ഞു.
ദോഷമൊന്നും ഭവിച്ചില്ല. അവൻ വീർക്കുകയോ പെട്ടെന്ന് ചത്തു വീഴുകയോ ചെയ്യുമെന്ന് വെച്ച് അവർ കാത്തു നിന്നു. വളരെ നേരം കാത്തു നിന്നിട്ടും അവൻ ആപത്തൊന്നും ഭവിക്കാത്തത് കൊണ്ട് അവരുടെ മനസ്സ് മാറി ഇവനൊരു ദേവൻ എന്ന് പറഞ്ഞു. സ്തോത്രം. പ്രിയരേ, പൗലോസിന്റെ ജീവിതത്തിനകത്ത് റിജക്റ്റ് ചെയ്യപ്പെട്ട, തള്ളപ്പെട്ട അല്ലെങ്കിൽ തടയപ്പെട്ട ചില മേഖലകളുണ്ട്. എന്നാൽ പൗലോസിന്റെ ജീവിതത്തിനകത്ത് പൗലോസിനെ സംശയിച്ച മേഖലകളുണ്ട്. സ്തോത്രം. നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മെ സംശയിക്കുന്ന മേഖലകൾ ഒട്ടനവധിയാണ്. ഒന്ന്, പൗലോസിനെ സംശയിച്ച ആദ്യത്തെ മേഖല ദമസ്കോസിൽ വെച്ചുള്ള ദൈവിക ഇടപെടൽ വന്നു പറഞ്ഞപ്പോൾ അവർ കൈക്കൊണ്ടില്ല എന്ന് നമ്മൾ മുമ്പത്തെ വാക്യത്തിൽ വായിച്ചു. എന്നാൽ ബർന്നബാസിനെ കൂട്ടി അപ്പോസ്തലന്മാരുടെ അടുക്കൽ കൊണ്ടുവന്നപ്പോൾ അവർ അവനെ കൈക്കൊണ്ടു. എന്നാൽ അതിനു മുമ്പ് അവനെ കൈക്കൊണ്ടില്ല. അപ്പം ഒന്നാമത്തെ തലം, ഇവൻ പറയുന്ന കാര്യങ്ങൾ അവൻ വിശ്വസിച്ചില്ല. രണ്ട്, ഈ കപ്പലിൽ യാത്ര ചെയ്യാൻ തുടങ്ങിയപ്പോൾ പൗലോസ് പറഞ്ഞതാണ്, ഈ യാത്ര ശുഭകരമല്ല, ഈ യാത്രക്കകത്ത് ക്ലേശങ്ങൾ ഉണ്ടാകുമെന്ന്. ആ വാക്ക് കേട്ടില്ല. പൗലോസിന്റെ വാക്ക് കേൾക്കാതെ പൗലോസിനെ അവർ സംശയിച്ചു. കപ്പൽ മാലൂമിയുടെ വാക്ക് അധികം സംഗ്രഹിച്ചു. എന്നാൽ കരയുമായുള്ള ബന്ധം മാലൂമിക്ക് വിട്ടുകഴിഞ്ഞപ്പോൾ പിന്നെ ജനം പൗലോസിനെ ആശ്രയിക്കേണ്ട ഗതികേട് വന്നു. മൂന്നാമത്തെ തലം നാം വായിച്ചു കേട്ട ഈ വേദഭാഗമാണ്. ഇവിടെ പൗലോസിനെ ബർബരന്മാർ സംശയിക്കുകയാണ്. കണ്ടോ, 3 തലങ്ങളെ പറഞ്ഞോളൂ. പൗലോസിനെ ബർബരന്മാർ സംശയിക്കുകയാണ്. ഇവൻ ഒരു കൊലപാതകൻ, നീതിദേവി ഇവനെ വിടുന്നില്ല. സ്വത്രം സ്വത്രം. അപ്പൊ ഇന്ന് പകൽക്കാലം ഒരു ആത്മീയ ദൂത് കൈമാറാം. ചില മേഖലകളിൽ, ചില ഇടങ്ങളിൽ ആമേൻ സ്തോത്രം, ആമേൻ സ്തോത്രം, ചില മേഖലകളിൽ, ചില ഇടങ്ങളിൽ നമ്മെ മറ്റുള്ളവർ സംശയിക്കുന്നത് ഒരു അനുഗ്രഹത്തിന് വേണ്ടിയാണ്. സ്വത്രം സ്വത്രം സ്വത്രം. അപ്പം നമ്മുടെ ജീവിതത്തിനകത്ത് അതൊരു പ്രയാസമായിട്ടിരിക്കരുത്. നമ്മെ ചില മേഖലകൾക്കകത്ത് ചിലർ സംശയിക്കുന്നെങ്കിൽ അതിന്റെ അർത്ഥം ആമേൻ നമ്മൾ റൈറ്റ് വേയിൽ തന്നെ എന്നാണ്. ആമേൻ അത് നല്ലതിനു വേണ്ടിയാണ്. അപ്പൊ പൗലോസിനെ ആദ്യം സംശയിച്ചു. അവന് കിട്ടിയ ദർശനം പറഞ്ഞപ്പോൾ സംശയിച്ചു. കപ്പലെടുക്കുന്നതിന് മുമ്പ് യാത്ര ശുഭകരമല്ലെന്ന് പറഞ്ഞപ്പോൾ അവന്റെ വാക്ക് സംശയിച്ചു. 3, അതേ മെലീത്തായുടെ മണ്ണിൽ വന്നിറങ്ങിയപ്പോഴും ബർബരന്മാർ അവനെ സംശയിക്കുക. ഇവൻ എന്തോ ഒരു വലിയ കൊലപാതകം ചെയ്തിട്ട് വന്നിരിക്കുന്നു, അതുകൊണ്ട് അവർ അവനെ സംശയിക്കുകയാണ്. ഹല്ലേലൂയ. കണ്ടോ, ആമേൻ സ്തോത്രം, ഹല്ലേലൂയ. ഈ ദ്വീപിൽ വന്നെത്തിയിട്ടും അവർ സംശയിക്കുക. എന്നാൽ അവരുടെ സംശയത്തിന് വിരാമമിട്ടുകൊണ്ട് ആമേൻ സംശയങ്ങളൊന്നും നമ്മൾ പരിഹരിക്കാൻ പോകണ്ട, സംശയങ്ങളൊന്നും നമ്മൾ നേരെയാക്കാൻ പോകണ്ട, അങ്ങനല്ല ഇങ്ങനാണെന്ന് പറയാൻ പോകണ്ട. കാലം അത് തെളിയിച്ചോളും. ആമേൻ സ്തോത്രം. ആമേൻ ആദ്യത്തെ പൗലോസിനോടുള്ള സംശയമായിരുന്നു. ആമേൻ സ്തോത്രം. ഇവൻ മാനസാന്തരപ്പെട്ടാണോ, യഥാർത്ഥമായി ഇവന് മാറ്റം വന്നോ എന്ന്. പക്ഷെ കാലം അപ്പോസ്തലൻ എന്ന് വിളിച്ച് ആമേൻ അത് തെളിയിച്ചു. 2, ആമേൻ കപ്പലിനകത്ത് കയറിയപ്പോൾ പൗലോസിന്റെ വാക്ക് വിശ്വാസത്തിൽ എടുക്കാതെ അവനെ സംശയിച്ചു. മാലൂമിയുടെ വാക്ക് വിശ്വാസത്തിൽ എത്തി. എന്നാൽ മെലീത്തയിൽ എത്തിയപ്പോൾ എന്താ സംഭവിച്ചത്? കരയിൽ നിന്നുള്ള ബന്ധം വിട്ടു കഴിഞ്ഞപ്പോൾ പിന്നെ ആമേൻ പൗലോസിന്റെ വാക്കേ അവർക്ക് ആമേൻ ആശ്രയമായി വന്നുള്ളൂ. പൗലോസിന്റെ വാക്കിലാണ് അവർ പിന്നീട് വിശ്വസിച്ചിരുന്നത്. കണ്ടോ, തലം മാറിയത് കണ്ടോ, ഒന്നും പറയാൻ പോയില്ല. ആമേൻ സ്തോത്രം. അപ്പോഴാണ് മാലൂമിക്ക് ആമേൻ സ്തോത്രം കരയുമായുള്ള ബന്ധം വിട്ടപ്പോഴാണ് ജനത്തിനൊരു കാര്യം പിടികിട്ടിയത്, ഈ മനുഷ്യൻ പറഞ്ഞത് സത്യമായിരുന്നു എന്നുള്ളത്. മൂന്നാമത്തെ തലം എന്ന് പറയുന്നത് ഈ മനുഷ്യൻ പറഞ്ഞത് സത്യമായിരുന്നു എന്ന് പറഞ്ഞു. ആമേൻ. മൂന്നാമത്തെ തലം ഇവിടെ ആമേൻ സ്തോത്രം ഈ ബർന്നബാസിന്റെ ഈ ആമേൻ സ്തോത്രം മെലീത്തായുടെ മണ്ണിൽ വരുമ്പോഴും ഇവർ അവനെ സംശയിച്ചു. എന്തിനാണ് സംശയിച്ചത്? ആമേൻ സ്തോത്രം, ഇവൻ എന്തോ വലിയ കൊലപാതകം ചെയ്തിട്ട് വന്നു എന്ന്. എന്നാൽ കൊലപാതകം ചെയ്തിട്ട് വന്ന് ഹൃദയത്തിൽ നിരൂപിച്ചവർ ദേവൻ എന്ന് ഹൃദയത്തിൽ നിരൂപിക്കുമാറ് വരും കാലങ്ങളിൽ ദൈവം അത് തെളിയിച്ചെങ്കിൽ ഇന്ന്
പകൽക്കാലം സംശയിക്കുന്നവരുടെ പുറകെ പോയി തെളിയിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. സംശയിക്കുന്നവർ സംശയിച്ചു നിന്നോട്ടെ. എന്നാൽ നിന്റെ മേൽ വെളിപ്പെട്ട ദൈവത്തിന്റെ വിളി ദൈവം തെളിയിച്ചിരിക്കും. സംശയിക്കുന്നവരുടെ മുമ്പിൽ, നിന്നെ സംശയിക്കുന്നവരുടെ മുമ്പിൽ നീ ആരാണെന്നും നിന്റെ മേൽ വ്യാപരിക്കുന്ന ഏത് ആത്മാവാണെന്നും നിന്റെ മേൽ വെളിപ്പെട്ടത് ഏത് ശുശ്രൂഷയാണെന്നും പരിശുദ്ധാത്മാവ് തെളിയിക്കും. സംശയത്തിന്റെ പുറകെ പോയി സംശയം തെളിയിക്കേണ്ട ജോലിയല്ല നിന്റേത്. ദൈവം നിന്റെ മേൽ വെളിപ്പെടുത്തിയത് പരിശുദ്ധാത്മാവും അവൻ തെളിയിപ്പാൻ നിന്നെ ഒന്ന് വിട്ടുകൊടുക്കുക മാത്രം ചെയ്താൽ മതി. ഇന്ന് രാത്രി പകൽ ദൈവം തന്റെ ജീവിതത്തിനകത്ത് അത്ഭുതത്തെ ചെയ്യുന്ന ദൈവമാണ്. സംശയത്തിന്റെ മേഖലകളെ തകർത്തുകൊണ്ട് ആമൻ തീക്കകത്തു നിന്ന് മണലി കടിച്ചു തൂങ്ങിക്കിടക്കുമ്പോഴും ആമൻ ആത്മാവിൽ അതിനെ കൊടഞ്ഞു കളഞ്ഞു. ഇന്ന് പകൽക്കാലം ഒരാത്മീക ദൂത് ഞാൻ നിങ്ങൾക്ക് കൈമാറാം. ആമൻ എത്ര വിഷമുള്ളത് നിന്റെ പ്രാണന് നേരെ അടുത്താലും അകത്ത് അഭിഷേകം ഉള്ളിടത്തോളം കാലം ഒന്നിനും നിന്റെ പ്രാണനോളം കവിയാൻ കഴിയത്തില്ല. ഒന്നിനും നിന്റെ പ്രാണന് മീതെ അവൻ കവിയാൻ കഴിയത്തില്ല. ഇന്ന് പകൽ ആരോടൊക്കെയോ ദൈവാത്മാവ് ഈ പ്രഭാതത്തിൽ ദൂതറിയിക്കുകയാണ്. അകത്ത് അഭിഷേകം ഉള്ളവന്റെ നേരെ ശത്രുവിന് ചീറ്റിയെടുക്കാൻ കഴിയത്തില്ല. അവന്റെ ചീറ്റലുകൾ നിഷ്ഫലമാണ്. അവന് നിന്നെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ഇന്ന് പകൽക്കാലം ഒരാത്മീക ദൂത് കൈമാറാം. എന്താ പൗലോസെ കുടഞ്ഞു കളഞ്ഞപ്പോൾ അണലി പെട്ടെന്ന് തീക്കകത്ത് വീണ് ചത്തുപോയത്? ഒറ്റ കാര്യം, അണലിയുടെ അകം നിറയെ വിഷമാണെങ്കിൽ എന്റെ അകം നിറയെ അഭിഷേകമാണ്. അഭിഷേകത്തിന്റെ ശക്തി വ്യാപരിക്കപ്പെട്ടാൽ അവൻ വിഷം ചീറ്റിക്കുന്നതിന് ഇരിക്കാൻ കഴിയത്തില്ല. വിഷം ചീറ്റിക്കുന്നതിന് കടിച്ചു തൂക്കി കിടക്കാൻ കഴിയത്തില്ല. അത് വിട്ടുപോകും, അത് വിട്ടുപോകും, അത് വിട്ടുപോകും. ഇന്ന് പകൽ അഭിഷേകം നിന്റെ അകത്ത് നിറഞ്ഞാൽ ചിലത് വിട്ടുപോകും, ചിലത് വിട്ടുപോകും. ഒരു വിടുതൽ ലൈഫിനകത്ത് അഭിഷേകത്തിന്റെ നിറവ് വെളിപ്പെട്ടാൽ ചിലത് നിങ്ങളുടെ ലൈഫിനകത്ത് വെളിപ്പെടും. കർത്താവ് അതിനായി നമ്മെ സഹായിക്കുമാറാകട്ടെ. എല്ലാ